കോപ്പ അമേരിക്കയിൽ യുറുഗ്വേ കളത്തിലിറങ്ങുമ്പോൾ പഴയ പ്രതാപം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യമാണ് ടീമിനുള്ളത്. 16ാമത് കോപ്പ കപ്പ് ഉയർത്താനാണ് യുറുഗ്വേ ഇത്തവണ കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ ലോകകപ്പിൽ ഘാനയെ ഇരട്ട ഗോളുകൾക്ക് തോൽപ്പിച്ചിട്ടും പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായപ്പോൾ കരഞ്ഞു കലങ്ങിയ യുറുഗ്വായ് താരം സുവാരസിന്റെ ചിത്രം കായിക ലോകം ഇന്നും ഓർമ്മിക്കുന്നുണ്ടാവും. കാൽപന്താരാധകരുടെ ഹൃദയം നുറുങ്ങിയ ചിത്രം. ഇനി കോപ്പ അമേരിക്കയ്ക്ക് കളത്തിലിറങ്ങുമ്പോൾ ഈ കണ്ണീരിന് പകരം ചോദിക്കുകയല്ലാതെ മറ്റൊന്നും യുറുഗ്വായുടെ മുന്നിലില്ല. കായിക ലോകത്തെ രാജാക്കന്മാരുടെ പട്ടികയിൽ അർജന്റീനയ്ക്കും ബ്രസീലിനുമൊപ്പം കിടപിടിക്കുന്ന ടീമായി യുറുഗ്വായുമുണ്ട്. ഇടയ്ക്കെപ്പോഴോ തളർന്നുപോയ എന്നാൽ അതിശക്തരായ യുറുഗ്വായുടെ ചിത്രം ഇന്നും ആരാധകരുടെ ഹൃദയത്തിലുണ്ടാവും. ഏറ്റവും കൂടുതൽ കോപ്പ കിരീടം എന്ന യുറുഗ്വായുടെ ചരിത്രം കഴിഞ്ഞ തവണയാണ് അർജന്റീന മറികടന്നത്. ഇത്തവണ പന്തുരുളുമ്പോൾ 16ാമത് കോപ്പ കപ്പ് എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും യുറുഗ്വായുടെ മുന്നിലില്ല. മുൻനിര ലീഗുകളിൽ മികച്ച ഫോമിലുള്ള ഡാവിൻ ന്യൂനസും ഫെഡറിക് വാൽവഡെയും യുറുഗ്വേ വിജയപ്രതീക്ഷകൾക്ക് മാറ്റുകൂട്ടും. ജോസ് മരിയ ഗിമെൻസിന്റെ നേതൃത്വത്തിലുള്ള ശക്തരായ പ്രതിരോധ നിരയെ മറികടക്കാൻ എതിരാളികൾ പകച്ചുപോയേക്കാം. മുന്നേറ്റത്തിൽ പ്രതീക്ഷ നൽകി ലൂയിസ് സുവാരസും എഡിൻസൺ കവാനിയുമുണ്ട്. ലോകത്തിനു മുന്നിൽ കരഞ്ഞ് തലകുനിച്ച് ഖത്തറിൽ നിന്നും മടങ്ങേണ്ടി വന്ന യുറുഗ്വേക്ക് കോപ്പയിലെങ്കിലും പകരം ചോദിച്ചേ മതിയാവൂ. പഴയ പ്രതാപം തിരിച്ചെടുത്തേ മതിയാവൂ. മുനവിറ വകയിൽ, സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.